അസ്സലാമു അലൈക്കും. ഇന്നത്തേത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെരുന്നാളിന് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് പാലും എല്ലതും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിങ്ങിനൊക്കെ നമുക്ക് നന്നായിട്ട് മധുരം ഉണ്ടാകുമ്പോഴാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിപ്പോൾ ഇട്ടെടുത്തത് ഒരു മീഡിയം സൈസിലുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അത്യാവശ്യത്തിലുള്ളൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് പൗഡർ നമുക്കിതിലോട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒരു 3/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പിനെക്കാട്ടിയും കുറച്ച് കുറവായിട്ട് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലോട്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കിട്ടണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പാൽപ്പൊടി ഒരു പാലിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒരു പാൽപ്പൊടിക്ക് ഒരു പാലിൽ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ഇപ്പോൾ ബ്രെഡിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ച് ബ്രെഡുകൾ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനൊരു 10 ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക. അത് നമ്മുടെ ആ ഒരു പാൽപ്പൊടിയും പാലും കൂടി മിക്സാക്കി എടുത്തിട്ടില്ലേ, ആ ഒരു ഇതിലാണ് നമ്മളിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. ഈ പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിതുപോലെ വെച്ചെടുക്കുക. ഒന്നെടുക്കുക, എന്നിട്ട് ഒന്നിൻ്റെ മേലായിട്ട് വേറൊന്ന് വെച്ചെടുക്കുക. അങ്ങനത്തെ രീതിയിലാണ് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പാൽപ്പൊടിൻ്റെ ഒരു മിക്സില്ലേ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മേലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് ചെറി ഞാൻ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഏതായാലും അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ച ടൂട്ടി ഫ്രൂട്ടി അതുകൂടി ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കടല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ഞാൻ തോലോട് കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ്, അതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ നടുവിൽ ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബ്രെഡ് കൂടി നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. തണുപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി കഴിക്കാൻ ടേസ്റ്റ് അതായിരിക്കും.
അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആർക്കും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ പെരുന്നാളിനൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക.